തലസ്ഥാന നഗരിയെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തുമെന്ന പ്രഖ്യാപനം 27 ദിവസത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു BJP. വൻ റോഡ് ഷോയോടെയാണ് പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവും ആഘോഷവും. ഇന്നത്തെ പ്രൈം സ്റ്റോറി മോദിയുടെ മിഷൻ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രധാനമന്ത്രി കൈപിടിച്ച് ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചു. രാഷ്ട്രീയ പോരിനിടയിലും ഇത്തരം കാഴ്ചകൾ സന്തോഷം പകരുന്നതാണ്. കാണുക. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം. On behalf of people of Kerala, we extend our respectful greetings and a warm welcome to the Honorable Prime Minister on the land of Thiruvananthapuram. തിരുവനന്തപുരത്തിന്റെ മണ്ണിലെത്തിയ ഭാരതത്തിന്റെ പൊന്നോമന പുത്രൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഹൃദയപൂർവ്വമായ സ്വാഗതം. Honorable Prime Minister. തിരുവനന്തപുരത്തെ ആദ്യ BJP മേയറായ VV രാജേഷിനെ ഗാഢമായി ആലിംഗനം ചെയ്താണ് പ്രധാനമന്ത്രി പാർട്ടിക്കുണ്ടായ നേട്ടത്തിലെ സന്തോഷം പങ്കുവച്ചത്. നമുക്കറിയാം ഐതിഹാസികമായ വിജയം. അതോടൊപ്പം ഇനിയാണ് കാര്യത്തിലേക്ക് കിടക്കുന്നത്. റെയിൽവേയുടെ പരിപാടിയിൽ 4 ട്രെയിൻ സർവീസുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുമാണ് മോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ എത്തിയത് BJPയുടെ പൊതുപരിപാടിയിലേക്കാണ്. രാഷ്ട്രീയ വേദിയായതിനാൽ തന്നെ നരേന്ദ്രമോദി ഒന്ന് മാറ്റിപ്പിടിച്ചു. കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത്. കോൺഗ്രസ് മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദിയായി മാറി. കോൺഗ്രസിന് വികസനമെന്ന അജണ്ടയില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റിയെന്നും മോദി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് के पास विकास का कोई एजेंडा नहीं है. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. आपको कांग्रेस से भी बहुत सतर्क रहना है. ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं. कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है. കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ മുഴുവൻ ജയിലിലാക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ മറ്റൊരു പ്രഖ്യാപനം. ഭഗവാന്റെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത്, കള്ളന്മാരെ മുഴുവൻ ജയിലിലാക്കുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है. लेकिन LDF सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है. വിമർശനങ്ങളിൽ കൂടുതലും കോൺഗ്രസിനെതിരെ തിരിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ രാഷ്ട്രീയ നോട്ടം എങ്ങനെയെന്ന് പ്രശാന്ത് കൃഷ്ണ പറയും. ദിവിജ, പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഇന്നത്തെ പ്രസംഗത്തിന് കൃത്യമായ രാഷ്ട്രീയ മുന്നമുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുന്ന BJP കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുന്നത് ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വ്യക്തമാണ്. LDFനെയും UDFനെയും അഴിമതിക്കാരാണെന്നും വികസന വിരോധികളാണെന്നും വിളിച്ച് മോദി കടന്നാക്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മോദിയുടെ പ്രസംഗത്തിൽ UDFനെതിരായ BJPയുടെ അജണ്ട വളരെ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അടർത്തിയെടുക്കാൻ കോൺഗ്രസ് മുസ്ലിം വർഗീയതയും തീവ്ര കമ്മ്യൂണിസവുമുള്ള പാർട്ടിയാണെന്ന് മോദി ആരോപിക്കുകയാണ്.
അതേസമയം തന്നെ CPM-നെതിരെ മോദി മുസ്ലിം പ്രീണന ആരോപണമൊന്നും ഉന്നയിച്ചുമില്ല. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുമ്പോൾ CPM-നോട് ഒരു വേറിട്ട സമീപനമുണ്ട്. ശബരിമല ആചാരം LDF തകർക്കുന്നുവെന്ന് ആരോപിച്ചെങ്കിലും സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്ന അവസരത്തിലും CPM-നെ പേരെടുത്ത് നരേന്ദ്രമോദി കടന്നാക്രമിച്ചില്ല. പകരം കുറ്റക്കാരെ മുഴുവൻ ജയിലിലാക്കുമെന്ന മോദിയുടെ ഗ്യാരണ്ടിയാണ് അവിടെ പ്രസംഗത്തിൽ ഉയർന്നു കേട്ടത്. അതായത് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ CPM-ന്റെ അടിസ്ഥാന ഹിന്ദു വോട്ടും BJPക്ക് കിട്ടണം. മുസ്ലിം വർഗീയത കോൺഗ്രസിൽ ആരോപിക്കുന്ന CPM തന്ത്രവും അടിസ്ഥാന ഹിന്ദു വോട്ടിന്റെ ചോർച്ച പിടിച്ചു നിർത്താനാണ്. അത് CPM-ന്റെ നിലനിൽപ്പിന്റെ പോരാട്ടവുമാണ്. ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഒരിടത്തും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഉന്നമിടുന്നത് കേട്ടുമില്ല. അതായത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് മാസപ്പടി കേസടക്കം ഒന്നും പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചില്ല. LDF-നെതിരായ രാഷ്ട്രീയ ആക്രമണം പ്രധാനമന്ത്രി പ്രധാനമായും വികസന കാര്യങ്ങളിൽ ഒതുക്കി. PM ശ്രീ പദ്ധതി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചു. ഇതുകൂടാതെ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ തടയിടുന്നു തുടങ്ങിയ വിഷയങ്ങളും പ്രധാനമന്ത്രി ആയുധമാക്കി. ഏതായാലും ഇപ്പോഴത്തെ വരവ് കഴിഞ്ഞ് തിരിച്ചുപോയ പ്രധാനമന്ത്രി ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ മടങ്ങിയെത്തുമ്പോൾ എന്താണ് രാഷ്ട്രീയമായി ഉന്നയിക്കാൻ പോകുന്നതെന്ന് ചിത്രം വ്യക്തമാകും.